അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉടൻ തന്നെ മാർക്കറ്റിൽ പല കോമ്പറ്റീഷൻ വെഹിക്കിൾസിനും ഒരു അടിയാവാൻ തന്നെ ചാൻസ് ഉണ്ട്. കാരണം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നിറമൻകരയിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമായ ശിവജി മോട്ടേഴ്സിലാണ്. വന്നിരിക്കുന്നത് എന്തിനാണ് മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് വണ്ടികളുടെ പ്രൈസും അതിൻ്റെ ഫിനാൻസ് സ്കീംസും കാര്യങ്ങളും നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് സെഗ്മെൻറ്റ്സ് വണ്ടിയുടെ എല്ലാ പ്രൈസ് ഡീറ്റെയിൽസും അതിൻ്റെ പുതിയ ഡൗൺ പേയ്മെൻറ്റ് EMI ഡീറ്റെയിൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബുള്ളറ്റ് 350 എന്ന് പറയുന്ന മോഡൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസ് പറയുമ്പോൾ മുന്നേ ഒരു കാര്യം ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ഞാൻ ബേസും ടോപ്പും മോഡൽസിൻ്റെ എക്സ്ഷോറൂമും അതിൻ്റെ ഓൺ റോഡ് ആയിരിക്കും പറഞ്ഞിരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് EMI ഡീറ്റെയിൽ പറഞ്ഞിരുന്നത് എല്ലാ വേരിയൻസിൻ്റെയും ടോപ്പ് വേരിയൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബുള്ളറ്റ് 350 എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ്സിലോട്ട് വരാം. ബുള്ളറ്റ് 350 വരുമ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്ന 1,73,562 രൂപയാണ് ബേസ് മോഡൽ. അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ 2,15,801 രൂപയാണ് എക്സ്ഷോറൂം വരുന്നത്. ബുള്ളറ്റ് 350യുടെ ഓൺ റോഡ് പ്രൈസിങ് നോക്കുവാണെങ്കിൽ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസ് 2,10,924 രൂപയാണ്. ടോപ്പ് വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്കും 2,72,822 ഓക്കെ. അപ്പം നമ്മുടെ ബുള്ളറ്റ് 350 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ വരുന്നത് 30,000 രൂപയാണ്. 30,000 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തേക്കുള്ള സ്കീം ഇപ്പോൾ പറഞ്ഞിരുന്നത് 5,983 വെച്ചിട്ടായിരിക്കും EMI വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഹണ്ടർ 350 സെഗ്മെൻ്റ് ആണ് കേട്ടോ. ഹണ്ടർ 350 വരുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ആവുന്നു 1,49,900 രൂപയിൽ തുടങ്ങി 1,74,655 രൂപയിലാണ് നമ്മുടെ ഹണ്ടർ 350യുടെ എക്സ്ഷോറൂം വരുന്നത്. ഓൺ റോഡ് പ്രൈസിങ് നോക്കുവാണെങ്കിൽ 1,83,504 രൂപയിൽ തുടങ്ങി 2,12,190 രൂപ വരെയാണ് നമുക്ക് ഹണ്ടർ 350യുടെ ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. ഓക്കെ, ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 വേരിയൻസ് വരുന്നുണ്ട്. സോ ഹണ്ടർ 350 ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്ന 25,000 രൂപയാണ് കേട്ടോ. 25,000 രൂപ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ 5 വർഷത്തേക്ക് EMI നമുക്ക് വരുന്നത് 4,676 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട മോഡൽ എന്ന് പറയുന്നത് ക്ലാസിക് 350 ആണ്. ക്ലാസിക് 350 വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ഷോറൂം വരുന്നത് 1,93,080 രൂപയിൽ തുടങ്ങി 2,24,755 രൂപ വരെയാണ് നമ്മുടെ ക്ലാസിക് 350ക്ക് എക്സ്ഷോറൂം വരുന്നത്. ഈ ക്ലാസിക് 350യുടെ ഡീറ്റെയിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി നമ്മുടെ സിംഗിൾ ചാനൽ ABS നിന്ന് തുടങ്ങിയിട്ടുള്ള മോഡലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് മോഡൽ നമ്മുടെ ടോപ്പ് വേരിയൻസ് വരെയുള്ള ഡുവൽ ചാനൽ ABS വരെയുള്ള വണ്ടിയുടെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ 1,93,000 എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ ചാനൽ ABS നിന്ന് തുടങ്ങി നമ്മുടെ ഡുവൽ ചാനൽ ABS ആയിട്ട് വരും നമ്മുടെ ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ 2,24,755 വരും. ഓൺ റോഡ് പ്രൈസിങ് നോക്കുവാണെങ്കിൽ 2,33,544 രൂപയിൽ തുടങ്ങി 2,83,736 രൂപ വരെയാണ് നമ്മുടെ ക്ലാസിക് 350ക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. സോ ക്ലാസിക് 350 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 35,000 രൂപയാണ്. 35 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6,232 വെച്ചിട്ട് 5 വർഷത്തേക്ക് EMI വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൈസിങ് നോക്കേണ്ടത് നമ്മുടെ മെറ്റിയോർ 350 ആണ് കേട്ടോ. അപ്പോൾ മെറ്റിയോർ 350യുടെ എക്സ്ഷോറൂം വരുമ്പം 1,99,942 രൂപയിൽ തുടങ്ങി 2,29,900 രൂപ വരെ നമുക്ക് എക്സ്ഷോറൂം വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ 2,41,494 രൂപയിൽ തുടങ്ങി 2,90,000 രൂപ വരെയാണ് നമുക്ക് മെറ്റിയോർ 350ക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. സോ മെറ്റിയോർ 350 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 36,000 രൂപയാണ്. 36 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തെ സ്കീം വരുന്നത് 6,320 രൂപ വെച്ചിട്ടാണ്. നെക്സ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹിമാലയൻ 450 ആണ്. ഹിമാലയൻ 450 വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ഷോറൂം വരുന്നത് 2,80,000 രൂപയിൽ തുടങ്ങി 2,98,000 രൂപയാണ് എക്സ്ഷോറൂം വരുന്നത്. ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 3,66,435 രൂപയിൽ തുടങ്ങി 3,82,286 രൂപ വരെയാണ് നമ്മുടെ ഹിമാലയൻ 450ക്ക് ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. സോ ഹിമാലയൻ 450 നമുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ വരുന്നത് 45,000 രൂപയാണ്. 45 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8,375 വെച്ചിട്ട് 5 വർഷത്തേക്ക് EMI വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്ക്രാമിൻ്റെ ഡീറ്റെയിലും പറഞ്ഞു. സോ സ്ക്രാം എന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി ഡിസ്പ്ലേ ഷോ ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സ്ക്രാമിൻ്റെ ഡീറ്റെയിലും പറഞ്ഞു പോകാം. സ്ക്രാമിൻ്റെ ഡീറ്റെയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 1,98,500 രൂപയാണ് എക്സ്ഷോറൂം വരുന്നത്. 1,98,500 നിന്നും 2,11,984 വരെ എക്സ്ഷോറൂം വരുന്നുണ്ട് കേട്ടോ. ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ 2,49,057 രൂപയിൽ തുടങ്ങി 2,77,407 രൂപ വരെ നമുക്ക് സ്ക്രാമിൻ്റെ ഓൺ റോഡിങ് പ്രൈസ് വരുന്നുണ്ട്.
അപ്പോൾ സ്ക്രാം നമുക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 34,000 രൂപയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. 34 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6,095 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് EMI വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇൻ്റർസെപ്റ്റർ ആൻഡ് GT മോഡൽസ് ആണ്. സോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് GT ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർസെപ്റ്ററിൻ്റെയും GTയുടെയും ഡീറ്റെയിൽസ് ഇതിൽ തന്നെ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ എന്തായാലും GTയുടെ ഡീറ്റെയിൽ തന്നെ പറഞ്ഞുതരാം. എക്സ്ഷോറും വരുന്നത് 3,17,000 രൂപയിൽ തുടങ്ങി 3,42,000 രൂപ വരെ നമുക്ക് GTക്ക് എക്സ്ഷോറും വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസിങ് നോക്കുവാണെങ്കിൽ 4,05,454 രൂപയിൽ തുടങ്ങി 4,35,935 രൂപ വരെ നമുക്ക് GTക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നുണ്ട്. സോ നമുക്ക് GT ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 52,000 രൂപയാണ്. 52 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തേക്ക് വരുന്ന EMI എന്ന് പറയുന്നത് 9,542 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇൻ്റർസെപ്റ്ററിലോട്ട് നോക്കാം. 3,01,000 രൂപയിൽ തുടങ്ങി 3,28,000 രൂപ വരെ നമുക്ക് നമ്മുടെ ഇൻ്റർസെപ്റ്ററിന് എക്സ്ഷോറും വരുന്നുണ്ട്. ഓൺ റോഡിങ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 3,85,943 രൂപയിൽ തുടങ്ങി 4,18,864 രൂപ വരെ നമുക്ക് നമ്മുടെ ഇൻ്റർസെപ്റ്ററിന് ഓൺ റോഡിങ് പ്രൈസ് വരുന്നുണ്ട്. സോ ഇൻ്റർസെപ്റ്റർ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് 50,000 രൂപയാണ് കേട്ടോ. 50 അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9,170 വെച്ചിട്ട് 5 വർഷത്തേക്ക് നമുക്ക് EMI വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റിയോർ 650 ആണ്. സൂപ്പർ മെറ്റിയോർ 650 നമുക്ക് നമ്മുടെ മെറ്റിയോർ 350യുടെ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞു പോകാം കേട്ടോ. ഇവിടെ ഡിസ്പ്ലേക്ക് ഷോ ചെയ്തിട്ടില്ല. പിന്നെ ഒന്നത്തെ കേസ് വെച്ചാൽ നമ്മുടെ 650 മോഡൽസൊക്കെ നോർമലി ഷോറൂംസിൽ ബുക്കിംഗ് അനുസരിച്ച് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യാറുള്ളത് കേട്ടോ. ബുക്കിംഗ് അനുസരിച്ച് മാത്രം ബുക്കിംഗ് ചെയ്ത് 1 മന്തിനകത്ത് അങ്ങനെയാണ് ഡിസ്പ്ലേ ഷോ ചെയ്ത് വരുന്നത്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പം നമ്മുടെ മെറ്റിയോർ 650 ഇവിടെ ഡിസ്പ്ലേ ഷോ ചെയ്തിട്ടില്ല. അപ്പോൾ മെറ്റിയോർ 650യുടെ എക്സ്ഷോറും വരുന്നത് 3,63,900 രൂപയിൽ തുടങ്ങി 3,94,347 രൂപ വരെ നമുക്ക് എക്സ്ഷോറും വരുന്നുണ്ട്. ഓൺ റോഡിംഗ് ബേസ് നോക്കുവാണെങ്കിൽ 4,62,238 രൂപയിൽ തുടങ്ങി 4,99,764 വരെ ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ സൂപ്പർ മെറ്റിയോറിന്. അപ്പോൾ സൂപ്പർ മെറ്റിയോർ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 60,000 രൂപയാണ്. 60,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,929 വെച്ചിട്ടായിരിക്കും 5 വർഷത്തേക്ക് EMI വരുന്നു. ഫൈനലി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഷോട്ട് ഗൺ എന്ന് പറയുന്ന മോഡലാണ്. ഷോട്ട് ഗൺ എന്ന് പറയുന്ന മോഡലും ആക്ച്വലി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. കുറച്ച് ബുക്കിംഗ്സ് ഉണ്ടായിരുന്ന വണ്ടി ഡെലിവറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോട്ട് ഗൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം. എക്സ്ഷോറും വരുന്നത് 3,59,430 രൂപയിൽ തുടങ്ങി 3,73,000 രൂപ വരെ നമുക്ക് എക്സ്ഷോറും വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ 4,57,188 രൂപയിൽ തുടങ്ങി 4,73,733 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഷോട്ട് ഗൺ 650. അപ്പോൾ ഷോട്ട് ഗൺ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 55,000 രൂപയാണ്. EMI 5 വർഷത്തേക്ക് നോക്കുവാണെങ്കിൽ 10,363 വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ മോഡൽസിൻ്റെയും പുതിയ പ്രൈസും EMI ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉടൻ തന്നെ ഒരു കിടിലം മുതൽ വരുന്നുണ്ട്. അറിയായിരിക്കും, ഗൊറില്ല 450. അപ്പോൾ ആ വണ്ടി ഒഫീഷ്യലി ലോഞ്ചിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ ഉടൻ തന്നെ വണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 100 350യുടെ ഫ്രണ്ടിൽ നിന്ന് പറയാൻ കാരണം 100 350 നിന്നും കുറച്ചും കൂടെ ലുക്കൊക്കെ മാറിയിട്ട് വരുന്ന മോഡലാണ്. എന്നാൽ 100 350യുടെ യാതൊരു ബന്ധവുമില്ല. ഹിമാലയൻ 450യുടെ എഞ്ചിനൊക്കെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു വണ്ടി വരുന്നതോടുകൂടി മാർക്കറ്റിൽ പല കോമ്പറ്റീഷൻ വെഹിക്കിൾസിനും ഒരു അടിയാവാൻ തന്നെ ചാൻസ് ഉണ്ട്. കാരണം ലുക്ക് ബേസിലും പെർഫോമൻസ് ബേസിലും. അപ്പോൾ എന്തായാലും ആ വണ്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയാൻ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ EMI ഡീറ്റെയിൽസിൽ നിന്നും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആനന്ദൻ എന്നിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പർ ഡീറ്റെയിൽ അവനാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നത്. അവൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിളിച്ച് തന്നെ ഉറപ്പായിട്ട് അവൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ തരും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.